അതായത് തിയേറ്ററിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സിനിമയ്ക്ക് 20 കോടി രൂപയോളം റിട്ടേൺ ലഭിക്കാനുണ്ടായ കാരണം സാറ്റലൈറ്റ് വാല്യൂ, അന്നത്തെ സാറ്റലൈറ്റ് വാല്യൂ, അന്നത്തെ OTT വാല്യൂ, ഓവർസീസ് വാല്യൂ എല്ലാം കൂടെ ചേർത്തിട്ട് കിട്ടി 20 കോടിയോളം രൂപയുണ്ട്. അപ്പോൾ അത് കിട്ടാൻ കാരണക്കാരനായ മോഹൻലാൽ എന്ന് പറയുന്ന നടന് അയാൾക്ക് ഇത്ര രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്തൊരു പ്രാക്ടിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നടനെ ഇപ്പോൾ നമുക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ നടനെ വെച്ച് സിനിമ എടുക്കണ്ട. ഇനി നിങ്ങൾക്ക് ആ നടനെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ ആ നടന് അയാൾ അർഹിക്കുന്നൊരു മൂല്യമുണ്ട്. ചിലപ്പോൾ അയാൾ പറയുന്ന മൂല്യമൊന്നും ആയിരിക്കത്തില്ല, അയാൾ അർഹിക്കുന്നൊരു മൂല്യമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു നടൻ, അയാൾ കഴിഞ്ഞ 5 സിനിമകൾ എടുത്ത് നോക്കിയാൽ ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിൽ ഹിറ്റാണ്. അപ്പോൾ ആദ്യത്തെ 3 ദിവസത്തെ കളക്ഷൻ ഏതൊരു ആക്ടറുടെയും ഇൻപുട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ 3 ദിവസത്തെ കളക്ഷൻ മാത്രമാണ്. 4ാമത്തെ 5ാമത്തെ ദിവസം തൊട്ട് സിനിമയ്ക്ക് കളക്ഷൻ കിട്ടുന്നത് അത് ആ സിനിമയുടെ വിജയമാണ്, ടോട്ടാലിറ്റിയുടെ വിജയമാണ്. പക്ഷേ ആദ്യത്തെ 3 ദിവസം ഒരു സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടാക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് അതിൽ മെയിൻ ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർ, അയാൾ തിയേറ്ററിലേക്ക് പുള്ളി ചെയ്യുന്ന ആൾക്കാരാണ്. ആ 3 ദിവസത്തെ കളക്ഷൻ എടുക്കുക, ആ കളക്ഷൻ എത്ര രൂപയുണ്ടെന്ന് നോക്കുക. അതുപോലെ അയാളിലൂടെ സാറ്റലൈറ്റിൽ എത്ര രൂപ വിൽക്കും. ഇന്നിപ്പോൾ സാറ്റലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ, സാറ്റലൈറ്റൊക്കെ 0 ആണ്. OTTയിൽ ഓൾമോസ്റ്റ് ഒരു സിനിമകളും കച്ചവടം നടക്കുന്നില്ല. അതുകൊണ്ടാണ് നിർമ്മാതാക്കൾ ഈ ഇഷ്യൂ ഉന്നയിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരു നടനെ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ ആ നടനെ കൊണ്ട് തിരിച്ചു കിട്ടുന്ന റിട്ടേൺ എത്ര ഉണ്ടെന്ന് നോക്കുക. അതിൻ്റെ ഒരു 5-1 അയാൾക്ക് കൊടുക്കുക, 5-1 കൊടുക്കുക.